ഇതെന്താണ് ഈ ചായ? കട്ടൻ ചായ എവിടെയാണോ ഇരിക്കുന്നത്? ഇത് വിക്ടോറിയയിലെ ഗ്രാംപിയൻസ് നാഷണൽ പാർക്കിലെ ഏറ്റവും ഫേമസ് ആയൊരു ട്രക്കിംഗ് റൂട്ടാണ് കേട്ടോ. വണ്ടർലാൻഡ് കാർ പാർക്കിൽ നിന്ന് തുടങ്ങി ഗ്രാൻഡ് കാന്യൺ വഴി ദ പിന്നക്കിൾ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് വരെ ഉള്ളത്. ഇത് ഏകദേശം ഒരു 2.5 മണിക്കൂർ മേളിലേക്ക് ട്രക്ക് ചെയ്യാനുണ്ട്. ഇറങ്ങി വരുമ്പോൾ അത്രയും സമയം എടുക്കത്തില്ല. ഒരു 45 മിനിറ്റ്സ് 50 മിനിറ്റ്സിൽ നമുക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റും എന്നാണ് കേട്ടത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇവിടെയൊക്കെ ഈ വഴി ഇങ്ങനെ പാറക്കല്ല് തന്നെ സ്റ്റെപ്സ് പോലെ കാണാനുണ്ട് കേട്ടോ. അത് അല്ലാതെ കല്ലുകളിൽ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇവർ സ്റ്റീലിൻ്റെ സ്റ്റെപ്സും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പ്ലാറ്റ്ഫോം പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് അതുവഴി അങ്ങ് നടന്നു പോയാൽ മതി. എന്നിട്ട് ഇവിടെയൊക്കെ മേളിൽ ഈ റോക്ക് ഫോർമേഷൻസും ഒക്കെ ഇത് സാൻഡ്സ്റ്റോൺ ലെയേഴ്സായിട്ട് നിൽക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ടെക്നിക്കൽ സംഭവങ്ങളൊന്നും എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതങ്ങനെ ഭയങ്കര ഒരു ഹാർഡ് ട്രിക്കായിട്ട് പറയാനില്ല, പക്ഷേ ഒരു എന്താ പറയുക ഒരു മോഡറേറ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ പാറ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കി അങ്ങ് പോയാൽ മതി. പാറക്കല്ലുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല, റിസ്ക് ആണെന്നുള്ള ഭാഗങ്ങളിൽ നേരത്തെ പറഞ്ഞാൽ അവർ മറ്റേ സ്റ്റീലിൻ്റെ പ്ലാറ്റ്ഫോംസോ ഇല്ലേ സ്റ്റെയർ കേസസ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ടോപ്പിലേക്ക് എത്താറാവുമ്പോഴേക്കും കുറച്ചുകൂടെ നാരോ ആയിട്ടുള്ള വഴി അത്യാവശ്യം സ്റ്റീപ്പായിട്ട് വരുന്നതാണ് പറഞ്ഞത്. അത് കുറച്ച് ഏരിയ ഉള്ളൂ, ബാക്കി ഇങ്ങനെ പോവാം. വിചാരിച്ച അത്രയും കുഴപ്പമില്ല അല്ലേ കയറ്റം? ഞാൻ ആക്ച്വലി നമ്മൾ കുറച്ചുകൂടെ പാടായിരിക്കും എന്ന് വിചാരിച്ചു. ഇതിൽ കൂടെ വേണം നടന്നു പോകാൻ. നമ്മളെ വീഡിയോ ക്ലോസ് ചെയ്യണേ, ഇല്ലെങ്കിൽ ഞാൻ മിക്കവാറും തെങ്ങിയടിച്ച് താഴെ കിടക്കും. എനിക്ക് യൂഷ്വലി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആ തണുത്ത വെള്ളത്തിൽ കാല് കഴുകാനെങ്കിലും ഒന്ന് ഇറങ്ങാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഇതിങ്ങനെ പതഞ്ഞ് കെട്ടി ഒഴുകുന്ന കണ്ടിട്ട് ഒന്ന് തൊടാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. ഇനി അതിൽ വല്ല ബാക്ടീരിയ അമീബയൊക്കെ ഉണ്ടായിട്ട് വെറുതെ വാട്ടർ ബോൺ ഡിസീസസ് ഒന്നും വരണ്ടല്ലോ എന്ന് വെച്ച്. നമ്മൾ കാർ പാർക്കിൽ നിന്ന് അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ശ്വാസം മുട്ടിയ ഒരു വഴിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല. ഇത് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് സ്റ്റോൺസ് നിൽക്കുന്നത്. നമ്മൾ ഇത് കണ്ടോ, ഇപ്പം താഴേക്കുള്ള വഴിയുണ്ടോ, നമ്മൾ കയറി വരുക. ഇനി ഇവിടുന്നും ഇതിങ്ങനെ കയറി 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 മേലേക്കാണ് പോകുന്നത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. നല്ല പിന്നെ തിരിച്ചും ഇറങ്ങി വരാനായതുകൊണ്ട് ടെൻഷനില്ല. പക്ഷെ കാറ് വെച്ചെടുത്തുനിന്ന് നമ്മൾ അയ്യോ അവിടെയൊക്കെ കല്ലൊക്കെ നോക്ക്. കാറ് വെച്ചെടുത്തുനിന്ന് നമ്മൾ റൂട്ടിൽ കൂടിയാണ് നടന്നു വന്നത്. എന്നിട്ട് തന്നെ ആ ചെറിയ കയറ്റം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ പാറ നിൽക്കുന്ന കാണിച്ചു തരാം. പൊളി പൊളി. ഇവിടെ വഴി ഉണ്ടാക്കി വെച്ചേക്കുന്നൊക്കെ എന്താ അടിപൊളിയായിട്ടാണ് പോകണ്ടേന്ന്. നമ്മൾ ആദ്യം ഗ്രാൻഡ് കാന്യൺ മാത്രം കണ്ടിട്ട് തിരിച്ചു പോകാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ. പക്ഷെ നടന്നു തുടങ്ങിയപ്പം നല്ല എക്സൈറ്റ്മെൻ്റ് ആയി. ഏറ്റവും ടോപ്പിൽ പിന്നാക്കിൾ വരെ പോകാമെന്നായി. ആൻഡ് ഇവിടെ ഈ പാറ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് നടക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ടെൻഷൻ എന്നല്ല, ബട്ട് സ്റ്റിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നടക്കണമല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ നടന്ന് ഇതിൻ്റെ ഒരു പകുതി പോലും ആയിട്ടില്ല, ഒരു കാൽഭാഗം പോലും എത്തിയിട്ടില്ല. എന്നാൽ തന്നെ നമുക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് മനസ്സ് നിറഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഇവിടെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ആ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസ് ഉണ്ടാക്കി വെച്ചേക്കുന്നതുണ്ടോ. മേളിൽ ഒരു പ്ലാറ്റ്ഫോം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തെന്നുന്നൊരു സ്ഥലമാണ്. എൻ്റെ ഷൂസ് ആണെങ്കിൽ പോകെ പോകെ എന്നോട് ഒട്ടും
കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് ഒരു പ്രോപ്പർ ഹൈക്കിംഗ് ഷൂസ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ പ്ലാനിലില്ലാത്തൊരു കാര്യമായിരുന്നുകൊണ്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതായിപ്പോയി. എന്തൊരു ഹൈറ്റാണേ. നമ്മൾ മേളിലേക്ക് കയറും തോറും കുറച്ചും കൂടി ഒന്ന് ബുദ്ധിമുട്ടായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത്ര ഭയങ്കര ഹാർഡല്ല. ഞാൻ ഈ ഹാർഡല്ല എന്ന് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിലുള്ള ഒരുവിധം ടൂറിസ്റ്റ് സ്പോട്ടിലെല്ലാം തന്നെ അത്യാവശ്യം നടക്കാനുണ്ട്, ട്രക്കിംഗ് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ നല്ല ഹാർഡാണ്. ലൈക്ക് ഒരു എന്താ പറയുക, പ്രോപ്പർ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഉള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയല്ല, ദിസ് ഇസ് മാനേജബിൾ. ആൻഡ് നമ്മളിതുവരെ ഗ്രാൻഡ് കാനിയൻ്റെ ആ പ്രോപ്പർ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ. എന്നിട്ട് തന്നെ നോക്കിയേ, രണ്ട് സൈഡും ആ പാറയെല്ലാം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അവിടെ മേലെ രണ്ടുപേരും ഒന്ന് വീഡിയോസ് എടുക്കുന്നുണ്ടോ? പിന്നക്കിൾ വ്യൂ പോയിന്റ് അതായിരിക്കില്ല കേട്ടോ, അത് ഇത്ര അടുത്തല്ല, കുറേയും കൂടെ നമുക്ക് പോകാനുണ്ട്. മുന്നോട്ട് പോകും തോറും ഞാനിങ്ങനെ ഓരോ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു പേഴ്സിന് പകരം ഒരു പ്രോപ്പർ ബാക്ക് പാക്ക് എടുക്കണമായിരുന്നു. വാട്ടർ ബോട്ടിൽ കൈ പിടിച്ചുകൊണ്ട് കയറുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായി വരികയായിരുന്നു. എൻ്റെ ഒരു 2 കുപ്പി വെള്ളമെങ്കിലും അത്യാവശ്യമാണ്. ആള് വരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഫുൾ പിൻവലിച്ചിരിക്കുന്നു. ഫുൾ പിൻവലിച്ച് ആര് പറഞ്ഞ കുഴപ്പമില്ലാന്ന്. ഒരു 1.5 മണിക്കൂറായിട്ട് ഇങ്ങനത്തെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പോഴും പറയാം പകുതി വഴിയായിട്ടുള്ളൂ എന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് തിരിച്ചു പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പകുതി വഴി വന്നപ്പോൾ എൻ്റെ ഓക്സിജനൊക്കെ കഴിഞ്ഞു. എനിക്ക് വയ്യ. ഞാൻ കുറ്റില്ല. നമ്മുടെ കയ്യിലുള്ള വെള്ളം തീർന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. നല്ല കയറ്റം. നാട്ടിൽ തോട്ടിൽ കുളിക്കാൻ പോയിട്ട് തിരിച്ച് കയറുമ്പോൾ കിതക്കുന്ന ഞാനാ. മൈ മമ്മി വിൽ ബി വെരി ഇംപ്രസ്ഡ്. നമുക്ക് വഴി കാണണോ? ഇതാണ് വഴി. എനിക്കുണ്ടാവും തോന്നുന്നില്ല. അതിൻ്റെ മേലെയും കണ്ടാണ് നമുക്ക് എത്തേണ്ടത്. ഇനി നമ്മളിപ്പോൾ തന്നെ ഒരു 1 മണിക്കൂറിൻ്റെ അടുത്തായി. ഇനി ഒരു 3/4 മണിക്കൂറും കൂടെ ഉണ്ടെന്നാണ്. നടന്നോ? 3/4 മണിക്കൂറല്ല കേട്ടോ, പിന്നീടും ഒരു 1.25 മണിക്കൂർ കൂടി നടക്കാനുണ്ടായിരുന്നു. ആൻഡ് ഇതുവരെ ഹാഫ് വേ പോയിന്റ് എത്തിയിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് കണ്ടതല്ലായിരുന്നു ടോപ്പ്. ഈ മല ഇറങ്ങി അടുത്ത മലയുടെ ടോപ്പിലേക്ക് വേണം നമുക്ക് എത്താൻ. ഇതാണ് ഇനി നമുക്ക് പോകേണ്ട വഴി. ഇതേത് എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? സത്യത്തിലേക്കുള്ള പാത. ഇത് സ്വർഗത്തിലേക്കുള്ള പാത. അവിടെ വെള്ളം ഒഴുകുന്നുണ്ട് സൈഡിൽ. അയ്യോ, കണ്ടു ഈ പാറയുടെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകുന്ന കാണുന്നുണ്ട്.
ഇത് തടിക്കഷ്ണം പോലത്തെ ഒരു കല്ല്. പിള്ളേരെ കൊണ്ട് അന്ന് അവിടെ ഒരു കപ്പലിനെ കാണാവോ. അവരുടെ കയ്യിലൊരു കുഞ്ഞു ആവയുണ്ട്. കുഞ്ഞു വാവെന്ന് വെച്ചാൽ ഇതിനൊരു 8 മാസമേ ആയിട്ടുണ്ടാവുള്ളൂ. അത്രയും ചെറിയ കൊച്ചിനെയും കൊണ്ടാണ് അവർ വരുന്നത്. ടൂറിസ്റ്റ് സ്പോട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ആൾക്കാരെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാട്ടോ കുറേ ഭാഗമൊക്കെ ഇങ്ങനെ താഴേക്ക് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വഴിയും കാണാമല്ലോ. ഇത് അങ്ങോട്ടൊന്നും വഴി പോലും ഇല്ല. ഇത് എവിടെയാ പോന്നേ? നമ്മളെ കഷ്ടപ്പാടിനേക്കാളും ബുദ്ധിമുട്ട് അവർ ആ കൊച്ചിനെയും കൊണ്ട് സ്റ്റിൽ കയറി വരുന്നതാ. അതെത്ര നമ്മളാ മറ്റേ പകുതിയായിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നോട്ട് ആ കൊച്ചു കരച്ചില്ല. എന്നിട്ടാ കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് I feel more sad for that കൊച്ചി. ആക്ച്വലി ഇതിന് നാട്ടിലെ തൊട്ടി പോയാൽ പന്തിയായിരുന്നു. നമുക്ക് ഈ പാറയുടെ അടുത്തുനിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഇതാണ് വ്യൂ എന്ന് പറയാം. നടക്ക്. കൺസ്യൂമർ റൈറ്റ്സ് ഉണ്ട്, ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല. നിങ്ങൾ വ്ളോഗ് ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് കയറുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മുന്നേ ക്വിറ്റ് ചെയ്ത് പോയേനെ. നിങ്ങൾക്ക് കാണുന്നുണ്ട് അവരുടെ കയ്യിലെ കുഞ്ഞുവാവേനെ. എന്തിനാണോ വെള്ളമൊക്കെ തരണം. ആകാശത്തിൻ്റെ ഒക്കെ ഒരു കളർ നോക്കിയേ. ഇനി മുന്നോട്ടുള്ള വഴി കുറേയും കൂടെ നാരോ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ കാണാമോയെന്ന് അറിയില്ല, അതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര സ്റ്റീപ്പായിട്ട് നമ്മൾ നിൽക്കാതെ സ്പീഡിൽ അങ്ങ് കയറി പോകണം എന്നുള്ള പോലത്തെ വഴിയാണ്. നമ്മുടെ പുറകിലൊക്കെ ആൾക്കാരുണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ കയറി പോകുന്ന വഴി. ഈ വഴി കൂടെ അവരാ 7 മാസം പ്രായമുള്ള കൊച്ചിനെ കൊണ്ട് കയറി വരുന്നുണ്ട്. എനിക്ക് നല്ല ദേഷ്യം വരാൻ തുടങ്ങിയപ്പോൾ നീ പോയി അവരോട് പറയടാ. അവരുടെ കൊച്ച് അതാ ആ പെണ്ണിൻ്റെ അമ്മയായിരുന്നു കൂടെ ഉള്ളതെങ്കിൽ അവരിപ്പോഴേ നിർത്തിയാനെ. ഇതാ കൂടെയുള്ള അമ്മച്ചിക്ക് യാതൊരു വികാരവും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ നടക്ക. ദേഷ്യം വരുന്ന താങ്ക് യു. ഇത് ആരുടെ ഹെഡ്ഫോൺ അവിടെ വീണ് കിടക്ക്. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് വിടരും യാമം. അയ്യോ, അത്രയും നമ്മൾ കയറി വന്നു. ഇനി നമ്മൾ ഇത്രയും കയറാനിരിക്കുന്നു. ഇതിനൊരു അറ്റമില്ലേ? നമ്മുടെ കയ്യിൽ വെള്ളം തീർന്നു പോയതാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നാൻ കാരണം കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിയറായിട്ട് തോന്നിയേനെ. ഫൈനലി നമ്മൾ ഏറ്റവും മേളിലെത്തി. സൺസെറ്റായി ഗോയ്സ്.
ഈ വ്യൂ കണ്ടോ നിങ്ങൾ? ഈ വ്യൂ, ആ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ രാമക്കൽമേട് പോവുക, താഴെ നിന്നൊരു ജീപ്പ് എടുക്കുക, അവർ മേലെ കൊണ്ട് നിർത്തിയിട്ട് കാണിച്ചു തരും. അപ്പോൾ കാണുന്നതാണ് സേലം. അല്ല, ഇത്രയും വേണ്ട. ഒരു പാഞ്ചാലിമേട് വരെ വണ്ടി ഓടിക്കുക, പാഞ്ചാലിയല്ല പരുന്തംപാലം വരെ ഒന്ന് വണ്ടി ഓടിക്കുക, 10 മിനിറ്റ് താഴോട്ട് ട്രെക്ക് ചെയ്യുക, അവിടുന്ന് ആ വ്യൂ പോയിന്റ് കാണാം. സ്പെക്ടാക്കുലർ പോലും, സ്പെക്ടാക്കുലർ. നല്ല തണുത്ത കാറ്റ്, സുഖമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ തീർന്നു. ഇനി ഇത് മുഴുവൻ നടന്നിറങ്ങണം. സൺസെറ്റ് ആവാറായി, ഇനി ഇരുട്ടത്ത് ഇറങ്ങേണ്ടി വരുമെന്നറിയില്ല. കുറച്ചുകൂടി മേളിലേക്ക് കയറാനുണ്ട്, കറക്റ്റ് വ്യൂ പോയിന്റ്. അവിടെ ചെന്നിട്ട് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. മലയിലെ ഷെയ്ഡ് കണ്ടോ? ഇതാണ് ദ പിന്നാക്കിൽ നിന്നുള്ള വ്യൂ. നമ്മൾ താഴെ കാണുന്നത് ഫയൻസ് വാലിയും ഹോൾസ് ഗ്യാപ്പ് ടൗണൊക്കെയാണ്. ഈ വ്യൂ ശരിക്കും വേർത്തായിട്ട് തോന്നി കേട്ടോ. അടിപൊളി, അടിപൊളി. നൈസ്. അപ്പോൾ കയറി വന്നതിൻ്റെ കഷ്ടപ്പാടൊക്കെ പോയി. ഭയങ്കര സൺകിസ്റ്റ് ടൈപ്പ്. പിങ്ക് കളർ. എൻ്റെ മുടിയൊക്കെ വീഡിയോ ആയിരുന്നോ? നമ്മുടെ കയ്യിൽ വെള്ളം തീർന്നതുകൊണ്ടാട്ടോ ഇത്രയും ബുദ്ധിമുട്ടായിപ്പോയത്. ഇല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ഈസിയറായിട്ട് ഫീൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് കോർണറിൽ ആ കുഞ്ഞാവേനെ കാണാമല്ലോ. അവരുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കൊച്ചിനോട് കൊണ്ട് ആ ലൈക്കിലാന്ന് തോന്നുന്നു നമ്മൾ നാളെ പോകുന്നത്. നാളെ പോകുന്നുണ്ടോന്ന് ഇന്ന് രാത്രി കിടന്നും പറഞ്ഞു. കാല ഔട്ടാണെങ്കിൽ ഡ്രൈവിംഗ് തന്നെ പാടാണ്. നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങി. ഇറക്കം എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും ഈ പാറയിലുള്ള ചെറിയ ചരലിൽ തന്നെ എൻ്റെ ഷൂ വല്ലാതെ അങ്ങ് തെന്നുവാണ്. എന്നാൽ ഷൂ ഊരിയിട്ട് നടക്കാമെന്ന് വെച്ചപ്പോഴേക്കും ഈ പാറയെല്ലാം ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കുറച്ച് നേരം തണുക്കുമ്പോഴേക്കും അങ്ങ് തണുപ്പ് കാരണം പൊള്ളുന്ന പോലത്തെ ഒരു ഫീൽ. ഇതിൽ പെട്ടെന്ന് ഇറങ്ങാം. തിരിച്ചിറങ്ങി പകുതി വഴിയായതേ ഉള്ളൂ. പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം. ഇരുട്ടായോണ്ട് സമയം 5 മണിയായിട്ടുള്ളൂ. പക്ഷെ വിൻ്റർ ആയതുകൊണ്ട് നോക്കിയാ ഇറങ്ങുന്നത്. വിൻ്റർ ആയതുകൊണ്ട് ഓൾറെഡി ഇരുട്ടായി. നമ്മുടെ പുറകിൽ വേറെയും ഫാമിലി ഉണ്ട്, എന്നാലും ഇരുട്ടായതുകൊണ്ടൊരു പേടി. അതേപോലെ ഇറങ്ങാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കാലിങ്ങനെ നമ്മൾ പാറയിൽ തെന്നാതിരിക്കാനൊരു ബലം പിടിക്കുന്നതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. ഇത്രയും കയറിയതിൻ്റെ ഉണ്ടായിരിക്കും. കാലിങ്ങനെ ചെറുതായിട്ടൊരു വിറ പോലെ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ വരില്ല, എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എന്തിൻ്റെ ഒച്ച കേൾക്കുന്നില്ല. ആണുങ്ങൾ ആരും ഉണ്ടാക്കുന്നത്
One eternity later. പറയാൻ കിട്ടുന്നില്ല. നമ്മൾ ശരിക്കും പേടിച്ചു പോയി. നമ്മൾ അങ്ങോട്ട് പോയ വഴി നിങ്ങൾ കണ്ടാണല്ലോ. ആ വഴി കൂടെ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചുകൊണ്ട് തിരിച്ചു വന്നേ. ആദ്യം അവർക്ക് പാർക്കിങ്ങിലായിട്ട് വേറെ സൈഡിലോട്ട് ഈ ഇറങ്ങാണ്ട് തന്നെ വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി നോക്കി. അപ്പോൾ വേറെ ആൾക്കാർ അങ്ങനെ പോയിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ അവർക്ക് കിട്ടുന്നില്ല, അവർ വഴി മനസ്സിലാവുന്നില്ല. അപ്പോൾ വന്ന വഴി തന്നെ പോകാമെന്ന് വെച്ചു. അത് ഇറങ്ങിയിട്ടും തീരുന്നില്ല. വെള്ളത്തിൻ്റെ ഒച്ച കൂടുന്നു. വെള്ളം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ വെള്ളച്ചാട്ടവും മറ്റേ നീരുറവ് പോലെ കണ്ടതൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും വെള്ളം കുറേയും കൂടെ ശക്തി കൂടി. പക്ഷെ എന്നാലും ഇറ്റ്സ് ഓക്കെ, അത് സൈഡിൽ കൂടെ ഒഴുകുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ നടന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു പോയിന്റ് എത്തിയപ്പോൾ മുന്നിൽ ഫുൾ വെള്ളം, വഴിയില്ല, മൊത്തം വെള്ളം. പക്ഷേ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ ശരിക്കും പാനിക്കായി. അത് അന്നേരത്തേന് അരവിയുടെ കൈ ശരിക്കും അങ്ങ് തണുത്തു. അപ്പം തന്നെ എൻ്റെ സകല കിളികളും പറഞ്ഞ ഞാൻ എനിക്കറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ചു. ആ ഒരു 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 മിനിറ്റ് നേരം അപ്പോഴേക്ക് അരവി അതിൻ്റെ സൈഡിൽ കൂടെ ശരിക്കുള്ള വഴി കണ്ടുപിടിച്ചു. നമുക്ക് ഏതോ ഒരു പാറ, ഇത് മൊത്തം കല്ലായതുകൊണ്ട് ഒരു കല്ല് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വഴിയെ മാറി. അപ്പൊ അങ്ങനെ ഒന്ന് എനിക്ക് എന്തോ തോന്നി, കാരണം ഇങ്ങനെ വെള്ളം നിറയുന്ന റിസ്ക് ഉള്ള സ്ഥലമാണെങ്കിൽ അവരങ്ങനെ കയറ്റി വിടില്ല. അപ്പോൾ സൈഡിൽ കൂടെ എന്തോ ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ പോകുന്നുണ്ട്. അപ്പം വെറുതെ എനിക്കൊന്ന് കയറി നോക്കിയപ്പം ഞാൻ കല്ലുകൾ അടുക്കി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വഴി തെറ്റിയതാണ്. പക്ഷേ വെള്ളം കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. എനിക്ക് പല പേടിയായിരുന്നു. മുമ്പോട്ട് പോകാൻ പറ്റില്ല, കാരണം ആഴം നമുക്കറിയാം, നല്ല ആഴം കാണും. എവിടെ ആഴം നമുക്ക് തെന്നിപ്പോവും. നേരെ വെള്ളത്തിൽ ചവിട്ടി കല്ല് കിട്ടുന്നവരെ പോകാമെന്ന് വെച്ച് വിചാരിക്കാൻ പറ്റില്ല. മഴക്കാലമാണിപ്പോൾ, ഇവിടെ വെള്ളം കൂടുന്ന ടൈപ്പ് ആണെങ്കിൽ, ഇത് വെള്ളം കൂടിയിട്ടാണ് ഇത്രയും നിറഞ്ഞെങ്കിൽ തിരിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് വരെ എത്താൻ എന്നാൽ നേരം കൊണ്ട് വെള്ളം കൊടുക്കുക. നമ്മൾ അങ്ങനെ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ വെള്ളച്ചാട്ടത്തിൽ റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഇതൊരു വെള്ളച്ചാട്ടമായിരുന്നോ, അങ്ങനെ ഒരു സാധനമാണോ, പെട്ടെന്ന് വെള്ളം വരുമോ, അതെല്ലാം പെട്ടെന്നൊരു പേടിയായി. അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. പക്ഷെ ഇവള് പേടിച്ചപ്പോൾ എനിക്ക് ധൈര്യം വന്നു, എനിക്ക് അഡ്രിനാലിൻ കയറി. ഇവള് പേടിച്ചപ്പോൾ എനിക്ക് അഡ്രിനാലിൻ കയറി. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് കിട്ടി, പിന്നെ തപ്പിപ്പിടിച്ച് വന്നു. നമ്മൾ ആക്ച്വലി ആ ഏറ്റവും ടോപ്പില് ആ പിന്നക്കിൾ എന്ന് പറയുന്ന വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളാണ് ഫസ്റ്റ് ഇറങ്ങിയെന്നുള്ള പോലെ. എന്നിട്ട് ആകെ ഒരു കപ്പിളെ നമ്മുടെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ആൾക്കാരൊക്കെ നമ്മുടെ പുറകില്ല. പക്ഷെ അവര് ആരെയും പിന്നെ നമ്മൾ കണ്ടില്ല. അവിടെ നിന്ന് പാറിയ കിളി ഇപ്പൊ കാറിലെത്തി കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നേന്ന് പറയാം. കാറ് ഞങ്ങൾ ആദ്യം ഇവിടെ തിരക്കായതുകൊണ്ട് കുറച്ച് റോഡിലോട്ട് മാറ്റി ഇട്ടിരുന്നത്. നടന്നിട്ടും ചെന്നിടത്തും ഇരുട്ടത്ത് പാതിരാത്തേക്ക് എത്തുന്നില്ല. പിന്നെ ഇവിടെ അങ്ങനെ കടുവേം പുലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഇതിപ്പോ വിന്റർ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ പറ്റിയ കാര്യം. 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും പ്രോപ്പർ സൺസെറ്റ് കഴിഞ്ഞു. ഇപ്പൊ തന്നെ നിങ്ങക്ക് ചുറ്റിനും കാണാം, പിച്ച് ഡാർക്കായി. അത് എന്തായാലും ഇനി ഉച്ച കഴിഞ്ഞുള്ള ട്രക്കിംഗ് എന്നുള്ള പരിപാടിയേ ഇല്ല. എസ്പെഷ്യലി വെള്ളം മിസ് ചെയ്യുമ്പോൾ വെള്ളം ഉള്ളിടത്തുള്ളത് അത് മറ്റേ പണ്ട് ആൾക്കാർ പറയുന്നത്, മറ്റേ പണ്ട് ആൾക്കാർ പിള്ളേർ നമ്മൾ കറങ്ങാൻ പോകുമ്പോഴൊക്കെ വീട്ടുകാർ പറയുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന് അവിടെ വെള്ളം അപ്പം ഇല്ല എന്ന് പറഞ്ഞ് പോരുത്. ഇത് വെള്ളച്ചാട്ടം എന്ന് അറിയില്ല, കാരണം ഇത് അല്ല, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ മറ്റേ വേലി കെട്ടി കൊറേ ദൂരത്താ വെള്ളച്ചാട്ടം കണ്ടേ. രാത്രി ആവുമ്പോ കുറച്ച് വെള്ളം കൂടുന്നല്ലാണ്ട് നമ്മൾ രാവിലെ കണ്ട വെള്ളമേ ഇപ്പോഴും ഉള്ളൂ. പക്ഷെ ഇരുട്ടത്ത് നമ്മളെ ഒച്ച കേൾക്കും. ഇരുട്ടത്ത് നമ്മൾ ഇതിന്റെ ഒച്ച മാത്രമേ കേൾക്കൂ, ആൾക്കാരുടെ ഒച്ച കേൾക്കില്ല. പിന്നെ ഫ്രണ്ടിൽ ഒരു ഫുൾ തടാകം കൂട്ട് വെള്ളം കിടക്കുന്നു, റോഡ് എൻഡായോട്ട്. അത് കാണുമ്പം അത് ശരിക്കും ഇങ്ങനെ ഒരു കിളിയല്ല, പല കിളികൾ ഇങ്ങനെ പോയി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോ പാറയിൽ കുറച്ചും കൂടെ ഇങ്ങനെ ഭയങ്കര തിൻ ഫിലിം കൂട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് തിരിച്ചു വരുമ്പോ അത്യാവശ്യം ഒരു ഒഴുക്കുണ്ട്. അപ്പോൾ വെള്ളം കൂടുകയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടും കൂടെ നടന്നുകൊണ്ട് നമ്മൾ എത്തി ആ വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടപ്പോഴേക്കും പണിയായോ എന്നുള്ളൊരു സാധനമായിപ്പോയി. അത് ആരും കാണുന്ന ആ ബാക്കി ആൾക്കാരൊക്കെ ഏത് വഴി വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ കുഞ്ഞും അവരും എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അത് ഭയങ്കര സ്കെയറി കേട്ടോ.
നമുക്ക് അത് അവരുടെ കയ്യിലും മറ്റേ ക്യാരി സാധനം പോലും ഇല്ല, അവരിങ്ങനെ ഇല്ല. ഉണ്ട് കങ്കാരി സാധനം ഉണ്ട്. ഉണ്ടോ? അത് പുള്ളി ഇടുന്നില്ലെന്നേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു കൊച്ചിന് ചൂടെടുക്കുന്ന അതില്, അതാ കരഞ്ഞോണ്ടിരുന്നത്. കൊച്ചിന്റെ അമ്മ അങ്ങോട്ട് പോകുമ്പോഴേ ടെൻഷൻ അടിച്ച് ചത്താ പോയിക്കൊണ്ടിരുന്നത്. തിരിച്ചു വരുമ്പോ ഒരു ഇതായി കാണും. അവരെങ്ങനെ വരും എനിക്കറിയില്ല. എന്തായാലും അങ്ങേറെ ധൈര്യം സമ്മതിക്കണം. അതായത് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയ പാടി എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ഭാര്യ, പ്രസവം കഴിഞ്ഞ് അധികം ആയിട്ടില്ലാത്തൊരു ഭാര്യ, മാസങ്ങൾ പ്രായമുള്ള ഒരു കൊച്ച്, ഒരു വയസ്സി അമ്മച്ചി. നല്ല വല്ലാത്തൊരു ധൈര്യമായി പോയി അയാളുടെ. എനിക്ക് അങ്ങേരോടുള്ള ബട്ട് എനിവേസ് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇനി ഉച്ച കഴിഞ്ഞ് നോ ട്രക്കിംഗ്, വെള്ളമുള്ളടുത്ത് അറിയാതെ നോ ട്രക്കിംഗ്. വെള്ളം തന്നെ എവിടെ? വെള്ളം എവിടെ? നിനക്ക് തന്നില്ലേ? പോവാം. നമ്മള് തിരിച്ച് വൈഫൈ ഇല്ല, അപ്പം ഓർമ്മ വെച്ചോണം തിരിച്ചു പോവാൻ. ഇവിടെ റേഞ്ചും ഇല്ല ആ സമയത്ത്, അതാണ് അത് കുറച്ചുകൂടെ ടെൻഷനായി. ഏതായാലും സീറ്റ് ബെൽറ്റ് ഇട്. നമ്മള് തിരിച്ചു പോവുക. ഹലോ. സോ ഇത് നമ്മളെ 3rd ഡേ ആണ്. നമ്മളിന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇതൊരു നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ലേക്ക് വരുന്നത് ബാക്ക് സൈഡിലാണ്. അവിടെയാണ് നമ്മൾ കാങ്കറൂസിനെയൊക്കെ കണ്ടത്. സോ ഇറ്റ് വാസ് നൈസ്. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. എല്ലാവരും ഇന്ന് ചെക്കൗട്ടാണ്. അപ്പോൾ പോവാം. നമ്മൾ ഹംഗ്രി ജാക്സിൽ നിന്ന് ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഓൺ ദ വേ ഇവിടെ ഒരു ചെറിയ ടൗണിൽ വന്നേക്കാണ് കേട്ടോ. നമ്മുടെ കാർ കിടക്കുന്ന കണ്ടു. ഇതൊരു ജയിലാണെന്നാണ് മനസ്സിലായത്. ഇവിടെ ജയിൽ വാർഡ് ടൂൾസൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും നമ്മൾ കയറുന്നില്ല. എന്നാലും ഈ ടൗൺ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വിൻറ്റേജ് സ്റ്റൈൽ, കുറേ പഴയ ടൈപ്പ് ബിൽഡിങ്സും വളരെ കുറച്ച് ആൾക്കാരും കുറേ മലനിരകളും മരങ്ങളും ഒക്കെ ആയിട്ട്. ആൻഡ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്യൂട്ട് പാർക്ക്. ഇവിടെ സൈഡിൽ കണ്ടത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ലേക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ മരങ്ങളും കുറേ ഓട്ടം ലീവ്സും. ആൻഡ് ഈ ലേക്ക് നിറച്ച് ഇങ്ങനെ താറാവും അരയനും ആ ബ്ലാക്ക് സ്വാനും അതിൻ്റെ കുഞ്ഞുങ്ങളെയും കണ്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതെന്താ ഇതെല്ലാം കൂടെ നമ്മൾ നേരെ വരുന്നു. അമ്മേ, ഇതിനെന്തൊരു പേടിയില്ലാത്തേ? അത് നല്ല പച്ചത്തല, എന്ത് രസമാണ്. പണ്ട് ഡക്ക് D ഫോർ ഡക്ക് പഠിക്കൽ ഈ ഡക്കിൻ്റെ ഫോട്ടോയില്ല. അതിന്റെ പിള്ളേരുണ്ട് അവിടെ. പുറകെ നടക്കുന്നേ. അയ്യോ, നമ്മൾ അരിയിട്ട് കൊടുക്കുന്ന നിനക്ക് ആനിമൽസിനെ അട്രാക്ട് ചെയ്യാൻ എന്തോ കഴിവുണ്ട്. പച്ചക്കറി ശരിക്ക് നല്ല തണുപ്പ്. ഇതിന്റെ കാല് കണ്ടോ? നമുക്ക് ചെലന്തി പോലെ കൂട്ട്.
ഇവിടെ വന്നാൽ പിന്നെ ഒട്ടുമിക്ക ലേക്സിലും ഈ ബ്ലാക്ക് സ്പാനിനാണ് കാണാറ്. നാട്ടിലെ പോലത്തെ വെള്ള അരയന്നത്തിനെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇതും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലായിടത്തും തന്നെ ഈ ബ്ലാക്ക് വൺ ആണുള്ളത്. ഈ പുല്ലിൽ നിറയെ ഓട്ടം ലീവ്സ് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. കഴിഞ്ഞ വ്ളോഗിലും നമ്മൾ ആ പാർക്കിൽ പോയപ്പോൾ നിറച്ച് ഓട്ടം ലീവ്സ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു പാർക്കാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മോർണിംഗ് വാക്കിനായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്, ഡോഗ്സിനെയും കൊണ്ടും. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെയും കൊണ്ടുമൊക്കെ വന്നിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. റോസിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി നല്ല കളറല്ലേ. പീച്ചി പീച്ചി. എന്താ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ രാത്രിയായിരുന്നു ആൻഡ് നല്ല ഇരുട്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഓൺ ദി വേ ബാക്ക് ഇങ്ങനെ കുറേ ഓട്ടം ലീവ്സൊക്കെ ഉള്ള ഒരുപാട് മരങ്ങളും പഴയ സ്റ്റൈൽ ടൗൺസൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കവർ ചെയ്താട്ടോ തിരിച്ചു പോകുന്നത്. അതേ ആ മുന്നിൽ പോകുന്നത് കുതിരേനെ കൊണ്ടുപോകുന്ന വണ്ടി കേട്ടോ. അതിൻ്റെ അകത്ത് കുതിര ഉണ്ടോ നോക്കാം. ഉണ്ട് തോന്നുന്നു. യെസ്, ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കുതിരേനെ? ആൻഡ് കുറേ ദൂരം നമ്മൾ ഈ വിൻഡ് മിൽസ് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണുണ്ടായിരുന്നേ. അത് ഒരുപാട് ദൂരെയാണ്, എന്നിട്ടാണ് ഇത്ര ഹൈറ്റിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് എന്ത് സൈസായിരിക്കുമല്ലേ. ബെല്ലാറ ടൗൺ ഓൺ ദ വേ ആണ്. സോ നമ്മൾ ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കാമെന്നാട്ടോ പ്ലാൻ. ഈ പഴയ സ്റ്റൈൽ ബിൽഡിങ്സൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കൊരു ടൈം ട്രാവൽ ചെയ്ത് പഴയ ഏതോ കാലഘട്ടത്തിൽ വന്ന് ഇറങ്ങിയ പോലത്തെ ഒരു ഫീലായിരുന്നു ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ. ഇവിടെ ടൗണിൽ തന്നെ ഉള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയത്. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആട്ടോ. പക്ഷേ 2-3 ദിവസമായില്ലേ നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട്. കൊള്ളാന്നാണോ കൊള്ളില്ലാന്നോ? നല്ല എരിയുണ്ട്. അതോടെ ഇത്ര എരിയ ഒരു സാധനം കിട്ടുന്നു. ശരിക്കും നല്ല എരിയുണ്ട്. ബാക്കി കുറേ ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല കൊള്ളാം. അടിപൊളിയല്ല, പക്ഷെ ഇതൊരു കഴിക്കാത്തൊരു കറി. എന്താ പേരെന്താ ഇതിൻ്റെ? അദ്രക്കി രാറാ ചിക്കൻ. ആന്ധ്ര ഡിഷാണോ? ഓ അത് ഇത് വെച്ചോ, നമുക്ക് മനസ്സിലാവും. അത്ര കരത്തി ചേർത്തിട്ടുണ്ട്. എനിക്ക് എളുപ്പം ഇഷ്ടമാവും. ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. എന്തിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ട്. നല്ല എരിയുണ്ട്. ഡിഫറെൻറ്റ്. ആ ഞാൻ സേഫായിട്ട് ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. കൊള്ളാം.
യൂഷ്വൽ ടേസ്റ്റ്. ഇതിന് നല്ല എരിയുണ്ട് കേട്ടോ. അവർ സ്പൈസി പറഞ്ഞ് ശരിക്കും അവർ സാധാരണ മീഡിയം പറഞ്ഞാൽ മതിയായിരുന്നു. സാധാരണ കടയിൽ നമ്മൾ സ്പൈസി പറഞ്ഞാൽ അത്ര സ്പൈസി അല്ല, നാട്ടിലെ എരിയല്ലേ കിട്ടാറുള്ളൂ. എന്താ നോക്കുന്നേ? ഇതെന്താ ഇങ്ങനെ? നൈസല്ലേ? ബെല്ലാറട്ടിലെ അത്യാവശ്യം വളരെ പോപ്പുലറായ ഒരു ഇൻസ്റ്റഗ്രാം ഫേമസ് സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ ഹിസ്റ്റോറിക് ബിൽഡിങ്സിൻ്റെ ഇടയിൽ അംബ്രലാസ് ഇങ്ങനെ ഒരു കനോപ്പി പോലെ അവർ ഇൻസ്റ്റാൾ ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹോപ്പ് ലെയിൻ എന്നാണ് ഇവിടുത്തെ ഇതിൻ്റെ പേരെങ്കിലും അംബ്രല ലെയിൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഇവിടെ സീസൺസ് മാറുന്ന അനുസരിച്ച് ഇല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ഓർ എന്തെങ്കിലും സിറ്റി ഇവൻറ്റ്സ് ഒക്കെ വരുന്ന അനുസരിച്ച് ഈ അംബ്രലയുടെ കളേഴ്സ് ഇവർ ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല വൈബ്രൻറ്റ് ഷെയ്ഡ്സായി ഓറഞ്ച്, വൈറ്റ്, പിങ്ക് ഇല്ല റെഡ് ഒക്കെ കളേഴ്സായിട്ട് ഇത് മാറി മാറി വരാറുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ വന്നാലും സെയിം കളർ കോമ്പിനേഷനിലായിരിക്കില്ല നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ കാണുന്നത്. സോ അങ്ങനെയും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ഗ്രാമ്പിയൻസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല 2 ദിവസങ്ങളായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.